അപ്പോൾ ഇന്ന് ഞാനൊരു പോക്സോ കേസിൻ്റെ ട്രയലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പോക്സോ കേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസാണ്. അപ്പോൾ ഞാൻ ജൂനിയർ ആയിരുന്ന സമയത്ത് നമ്മൾ സീനിയർ അഡ്വക്കേറ്റ്, എൻ്റെ സീനിയർ അഡ്വക്കേറ്റ് ആയിരുന്നു അന്നത്തെ പ്രോസിക്യൂട്ടർ. ഒരു പത്രത്തിലൊക്കെ വന്നൊരു കേസായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ട്രയലിലിരിക്കുകയാണ്. ഡിഫൻസ് അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് ഉണ്ട്, ഞങ്ങൾ 2 ജൂനിയേഴ്സ്, പ്രോസിക്യൂട്ടറിൻ്റെ ജൂനിയേഴ്സ്, ഞങ്ങൾ 2 ലേഡീസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഇരിക്കുന്നത്. ഒരു 5-6 ജൂനിയേഴ്സ് അവരുടെ ഉണ്ട്, പിന്നെ കോടതിയുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ ക്രോസ് എക്സാമിനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ക്രോസ് എക്സാമിൻ, പോക്സോ കേസിൽ ക്രോസ് എക്സാമിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരെയും വിടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിക്റ്റിം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് അവർ ലൈഫ് ടൈം ഒരു ട്രോമയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് വീണ്ടും ക്വസ്റ്റ്യൻസ്, നമുക്കൊരിക്കലും ആൻസർ പറയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കില്ല എന്നുള്ളത് വിചാരിച്ച് എനിക്ക് പാടെ തെറ്റിപ്പോയി. പിന്നെ ഞാൻ ഒരിക്കൽ പോലും പോക്സോ കേസ്, ക്രിമിനൽ ലോയറൊക്കെയാണ് എങ്കിൽ പോലും ഒരിക്കലും ഞാൻ പോക്സോ കേസ് അറ്റൻഡ് ചെയ്യാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. പോക്സോ കേസിൻ്റെ അഡ്വൈസും കാര്യങ്ങളും കൺസൾട്ടേഷനും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോക്സോ കേസിൻ്റെ ട്രയലിൽ പോയിരിക്കാൻ ഭയങ്കര വിഷമമാണ്, പ്രത്യേകിച്ച് ക്രോസ് എക്സാമിൻ. അപ്പോൾ അന്ന് പിന്നെ നമ്മളെ ഡിഫൻസ് അഡ്വക്കേറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ, കൊല്ലത്ത് ജില്ല 2 വെച്ചായിരുന്നു അന്ന് ആ ഒരു ട്രയൽ നടന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ കൊന്ന വ്യക്തി അല്ലെങ്കിൽ കൊല്ലാറായ വ്യക്തിയെ വീണ്ടും അവരുടെ നെഞ്ചിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വേദന എടുക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കുത്തി കയറ്റുന്നതിന് തുല്യമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് കേട്ടോ. ഭയങ്കര ആ ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ കഴിഞ്ഞ് വന്ന ആ ഒരു വ്യക്തിയെ ലൈഫ് ടൈം ഇങ്ങനെ ആ ട്രോമയിലേക്ക് തന്നെ പോകും. ആ ട്രോമ അവരെ ലൈഫിൽ നിന്ന് മാറത്തില്ല. അത്ര വളരെ മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എങ്ങനെ കിടന്നു, തിരിഞ്ഞു കിടന്നോ, ചരിഞ്ഞു കിടന്നോ, മലന്ന് കിടന്നോ, എങ്ങനെയായിരുന്നു കിടത്തി, എവിടെയായിരുന്നു, പായിലായിരുന്നു, പാവാട എന്തായിരുന്നു എടുത്തത്, അയ്യോ എൻ്റെ ദൈവമേ, പറയാൻ കഴിയാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്രോസ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയൊക്കെ അതിനകത്ത് ഇടപെടണം കേട്ടോ. കാരണം നമ്മുടെ പ്രോസിക്യൂട്ടർ അതിനകത്ത് 1-2 വട്ടം സാർ, കാരണം ആ കുട്ടി ഭയങ്കരമായിട്ട് വെളുത്ത് നമ്മളൊരു പീഡനം ഒരാളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ലേഡി പോലീസിനോടായിരിക്കും, ഒരു വനിതാ പോലീസിനോടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ചോദിച്ചു മൊഴി രേഖപ്പെടുത്തി എല്ലായിടത്തും കൊണ്ട് എവിടെയൊക്കെയാണ് പീഡനം നടന്നതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് മഹസറൊക്കെ എടുത്ത് തെളിവെടുപ്പ് എല്ലാം നടത്തിയിട്ടാണല്ലോ ഈ കേസെല്ലാം വരുന്നത്. പിന്നീട് ഈ കോടതി കിടന്ന് വലിച്ചു കയറലാണ്. സത്യമാണ്, ഡിഫൻസ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെയാണ് നല്ല കാര്യം. നമ്മളൊക്കെ ക്രിമിനൽ കേസുകൾ ഇഷ്ടപ്പെടുന്നല്ലേ, ചെയ്യാൻ ആഗ്രഹിക്കുന്നല്ലേ, ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എപ്പോഴും ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടീനെ പീഡനം എന്ന് പറയുമ്പം അവൾ ഒരിക്കലും ഒരു പെൺകുട്ടിയും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരിക്കലും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളം പറയേണ്ട ഒരു ആവശ്യകത ഇല്ല. കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹണി ട്രാപ്പ് പോലെ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പം പറ്റിക്കപ്പെടുന്നുണ്ടാവും. പക്ഷേ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ അവൾ പീഡനത്തിന് ഇരയായെങ്കിൽ അവൾ ഒരിക്കലും അത് കള്ളം പറയത്തില്ല. എന്തിനാണ് ഒരാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി, നമ്മൾ പൈസയ്ക്ക് വേണ്ടി, കാശിന് വേണ്ടിയിട്ട് ഒരാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എത്രമാത്രം മോശമായിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ അപ്പോഴും മനസ്സുകൊണ്ട് ചിന്തിച്ചു. പിന്നെ അത് ഭയങ്കര എൻ്റെ മനസ്സിൽ ഇന്നും എനിക്കതൊരു മുറിവാണ്. കാരണം ആ കുട്ടിയുടെ ആ നോട്ടവും അത് പകച്ച കണ്ണുവിനോട് ഞങ്ങളെ നോക്കുന്നു, ജഡ്ജിയെ നോക്കുന്നു, അത് എന്ത് പറയണം, അതിന് പറയാനൊരു സങ്കോചം അത് ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും. ഇപ്പോൾ പീഡനമെന്ന് പറയുന്ന ഏതൊരു സ്ത്രീക്കും ആ പീഡിപ്പിച്ച രീതികൾ വിവരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആരോടും അത് തുറന്ന് പറയാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവരത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇനിയെങ്കിലും ഒരു അഡ്വക്കേറ്റ്സൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ ഹ്യൂമാനിറ്റി അതിനകത്ത് വരുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ലീഗൽ സ്റ്റോറിയുമായിട്ട് വരാം. ഓക്കെ.